BP നോക്കിയോ? BP നോക്കിയിട്ടില്ല, 1 വയസ്സല്ലേ ഉള്ളൂ. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നെബ് അഡ്രിനാലിൻ കൊടുക്കാനുള്ള ഒരു സ്റ്റാഫ് IV കൊടുത്തു. എന്റെ ദൈവം, IV അഡ്രിനാലിൻ ആരെങ്കിലും കൊടുക്കുവോ? എന്ത് ചെയ്യാനാ? അവരോട് എന്ത് പറയുടെ തഴക്കിറക്കി? അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അവർക്ക് മനസ്സിലാകാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫൈസലിനെ വിളിക്കാം. അവരെന്തെങ്കിലും എൻ്റെ അടുത്ത് ചൊറിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഉടനെ വിളിക്കാം. ഇത്രയും വലിയ മെഡിക്കൽ നെഗ്ലിജൻസ് ഈ ഫീൽഡിൽ നടപ്പുണ്ട്. എന്നോട് ഇത് വാർത്ത ചെയ്യണ കാര്യം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? കുഴപ്പമില്ല ബോസ്കോ, നീ നാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചികിത്സ തരണമല്ലോ. ജീവനുണ്ടെങ്കിൽ നിനക്ക് ബാക്കി കാണാട്ടോ എന്ന് പറഞ്ഞു. നാട്ടില് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം പണി അറിയാവുന്ന ഡോക്ടർമാരും നഴ്സുമാരും മറ്റുള്ളവരും എല്ലാം കയറിപ്പോയി, മറ്റുള്ള നാടുകളിലേക്ക് കയറിപ്പോയി. ഇവിടെ പരിചയസമ്പന്നത ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അതെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ? അതെ. പക്ഷെ അങ്ങനെ പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് ആർക്ക് പരാതി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഇത് നടപടിയെടുക്കണം. ഹോസ്പിറ്റലിനെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കണം. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലിൽ ഒരു ഞെട്ടിക്കുന്ന, ഒരു 4 മാസം മുമ്പത്തെ ഞെട്ടിക്കുന്ന ഒരു ഡോക്ടർമാരുടെ സംഭാഷണം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഹലോ സാറേ, ഒരു കാര്യം പറയാം. സാറല്ല കോൾ, എനിക്കറിയാം. സാറിന്റെ ഒരു IP പേഷ്യന്റ് കാര്യം പറയാം. ഒരു മുഹമ്മദ് അഖ്ലാം ഒരു പ്രൂഫായിട്ട് അഡ്മിറ്റ് ചെയ്തത്. അവര് റെസ്പോൺസ് കുറവാണെന്നും പറഞ്ഞിട്ട് ഫ്ലോറിൽ നിന്ന് ED കൊണ്ടുവരിക ചെയ്തേ. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നെബ് അഡ്രിനാലിൻ കൊടുക്കാനുള്ള ഒരു സ്റ്റാഫ് IV കൊടുത്തു. എന്നിട്ട് ഇപ്പൊ കൊച്ചു ഇവിടെ ഉണ്ട്. കൊച്ച് ആള് ആക്റ്റീവ് അല്ലാന്നും പറഞ്ഞിട്ട് പേരൻസ് കരച്ചിലാണ്. സാച്ചുറേഷൻ മെയിൻറ്റൈൻഡ് ആണ്. ടാക്കിക്കാർഡി അല്ലേ, ഒരു ബോർഡർ ലൈൻ ടാക്കി 112 ആ റേഞ്ചിൽ നിൽക്കുക. 2 ml + 2 ml NS നെബ് എഴുതിയിരുന്നത് അവർ IV ആ കൊടുത്തത്. എന്റെ ദൈവം, IV അഡ്രിനാലിൻ ആരെങ്കിലും കൊടുക്കുവോ? എന്ത് ചെയ്യാനാ? കൊടുത്തു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ദൈവം, IV നമ്മൾ എമർജൻസിയിൽ പോലും കൊടുക്കൂല. എനിക്കറിയാം. ഒട്ടും റെസ്പോൺസീവ് അല്ല കൊച്ച്. റെസ്പോൺസീവ് കണ്ണു തുറക്കുന്നുണ്ട്. പക്ഷെ പേരൻസ് ഭയങ്കര വറീഡാ. അവരെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. ചെസ്റ്റില് ഇതുണ്ട്, വീസ് ഉണ്ട്. ബാക്കി വൈറ്റൽസ് ഇപ്പോഴത്തേക്ക് സ്റ്റേബിൾ. പക്ഷെ കൊച്ച് ഇങ്ങനെ മയങ്ങി പോവുക. അതിനാലും മയക്കൊന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് വരുന്നത് ഇങ്ങനെ കിടക്കുകയല്ലേ സാർ. IV ഫ്ലൂയിഡ് ഇടുന്നായാലും 10 minutes അല്ലെങ്കിൽ 10-15 minutes ആയിട്ടുണ്ടെന്നാ പറഞ്ഞേ. ശരി, ഞാനൊരു ക്രിട്ടിക്കൽ കെയർ ആയി വിളിച്ചിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം കേട്ടോ. ശരി, ഓക്കെ. കേട്ടില്ലേ? ഇവിടെയും തീർന്നില്ല, ഇനിയും ഉണ്ട് ഒരു കോളും കൂടി. ഹലോ, ഞാനൊരു ഉണ്ടല്ലേ ഫൈസലേ, കുഴപ്പമില്ല. എത്ര റാപ്പിഡ് പുഷ് കൊടുത്ത്, ഒത്തിരി റാപ്പിഡ് പുഷ് വല്ലതാണോ? വോമിറ്റിംഗ് വല്ലതും ഉണ്ടായിരുന്നു ഇമ്മീഡിയറ്റ്ലി? ഒന്നുമില്ല, കുഴപ്പമില്ലായിരിക്കും. മാഡം നോക്കിയോ? അല്ല, ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട് എന്താന്ന് വൈറ്റൽസ് ഒക്കെ സ്റ്റെബിൾ എങ്ങനെയാന്ന് നോക്കട്ടെ. ഫാസ്റ്റ് പുഷ് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു. ഫാസ്റ്റ് പുഷ് ആണ് വോമിറ്റ് പൾമിനറി റെഡി മേടിക്കും. കാർഡിയാക് റപ്ചറും ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ പൾമിനറി റെഡി മേടിച്ച് ഫുൾ വോമിറ്റിംഗ് വരെ. ഹെമറ്റോമിസിസിലേക്ക് പോകാം. നോക്കട്ടെ, റാപ്പിഡ് പുഷ് ആയിരിക്കത്തില്ല. ഇപ്പം എത്ര നേരം ആയിക്കാണ്? 10 minute ആയോ? 10 minute. ഇത്ര നേരമായിട്ട് വന്നാലും കുഴപ്പമില്ലായിരിക്കും. നോക്കട്ടെ, ഞാൻ ജസ്റ്റ് കാണട്ടെ. കണ്ടിട്ട് അവരെങ്ങനെയാന്ന് നോക്കട്ടെ. അവരോട് എന്ത് പറയുടെ തഴക്കിറക്കി? അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അവർക്ക് മനസ്സിലാകാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫൈസലിനെ വിളിക്കാം. അവരെന്തെങ്കിലും എൻ്റെ അടുത്ത് ചൊറിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഉടനെ വിളിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഫൈസൽ പറയുമ്പോഴായിരിക്കും അവർക്ക് കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് വരുന്നത്. ഞാൻ എന്തായാലും എതിരായിട്ടൊന്നും പറയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്, സംസാരിച്ച് നോക്കട്ടെ എന്താണെന്നുള്ളത്. ശരി, കേട്ടില്ലേ?
ഡോക്ടർമാർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നിങ്ങൾ കേട്ടത്. പല ഹോസ്പിറ്റലിലും നടക്കുന്നത് ഇതിലും ക്രൂവാലിറ്റിയാണ്. ഇതേ ഹോസ്പിറ്റലിൽ 2 ആഴ്ച മുൻപ് ഒരാൾ കൂടി പനി ബാധിച്ച് മരിച്ചിട്ടുണ്ട്. പനി ബാധിച്ച് ചികിത്സയിൽ ചെന്നിട്ട് ഇതിനും കൈപ്പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. നമുക്കെന്തായാലും സ്റ്റാഫിനെ കൂടി ഒന്ന് വിളിക്കാം. നമസ്കാരം, ബോസ്കോ കളമശ്ശേരിയാണേ. ഞാൻ വിളിച്ചതേ ഈ 2 വിഷയത്തിലും ഞാൻ ഇവരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ 4 മാസം മുമ്പാണ്, ഡിസംബറിലാണ് ഈ കുട്ടിയുടെ സംഭവം. ആണല്ലേ? എനിക്ക് ഡേറ്റ് കറക്റ്റ് ഓർമ്മ. എനിക്ക് ആരെ വിളിച്ചു? പാരന്റ്സിനെയാണോ ചേട്ടാ? പാരന്റ്സിനെ വിളിച്ചു. PROനെ വിളിച്ചപ്പോൾ PRO എന്നോട് ഇതിനകത്ത് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അവര് തയ്യാറാവില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പാരന്റ്സിന് അറിയാവുന്നതാണ്. പാരന്റ്സിനോട് ഞാൻ ചോദിച്ചു, ഇതാണ് വിഷയം എന്നൊന്നും അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതാണ് അവർക്ക് അതിനെ പറ്റി മനസ്സിലായിട്ടില്ല. ഈ അത് കഴിഞ്ഞിട്ട് ഒരു ഉമ്മയും മരിച്ചിട്ടുണ്ടല്ലോ, അതും എന്താണ് സംഭവം? അത് ഒരു മരുന്ന്, ഈ ആന്റിബയോട്ടിക്കിന്റെ എന്തോ അലർജിക്ക് ഹിസ്റ്ററി ഉണ്ട് അവർക്ക്. പക്ഷെ ആ ഡോക്ടർ എഴുതിയിരിക്കുന്ന മരുന്ന് പറഞ്ഞ അവർക്ക് ആ അലർജി ഉണ്ടായിരുന്ന മരുന്ന് തന്നെയല്ല. പക്ഷെ ആ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ എന്തോ ആണ് എഴുതിയതെന്നാണ് അറിവ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അലർജി, എന്നിട്ട് അതിന്റെ ടെസ്റ്റ് ഡോസ് കൊടുത്ത രീതിയിലും എന്തോ തെറ്റുണ്ടായിട്ടുണ്ട്. അതായത് ടെസ്റ്റ് ഡോസ് എന്ന് പറയുമ്പോൾ വളരെ മിനിമൽ ഡോസ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിൽ കുത്തിവെക്കുന്നത്. സ്കിന്നിൽ പല തരത്തിലുണ്ട് ചേട്ടാ. അതായത് സ്കിൻ ടെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതുണ്ട്. ഇപ്പൊ IV ടെസ്റ്റ് ആണെങ്കിൽ തന്നെയും വളരെ മിനിമൽ ഡോസ് കൊടുത്തിട്ടാണ് ടെസ്റ്റ് ഡോസിന്റെ അലർജി ചെക്ക് ചെയ്യുന്നത്. എന്നിട്ടാണ് ഈ കയ്യിൽ ഒരു റൗണ്ട് വരച്ചു വെക്കുന്നത്. സ്കിൻ ടെസ്റ്റ് കൊടുക്കുമ്പോൾ കയ്യിൽ റൗണ്ട് വരച്ചു കൊടുക്കും. മറ്റേ കാനുല ഇട്ട് കൊടുക്കുന്നതിന്റെ അകത്ത് കാനുലയിലൂടെ ഒരു വളരെ ചെറിയ അളവ് കൊടുത്തിട്ട്, അതായത് ഡ്രോപ്സ് കൊടുക്കുള്ളൂ, വളരെ മിനിമൽ ഡ്രോപ്സ് കൊടുത്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിടുവാണ് ചെയ്യാറ്. അപ്പൊ അതിന്റെ എന്തോ ഒരു വീഴ്ച, അതും വാർഡിലാണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ കണ്ട ആളല്ല. അപ്പൊ അങ്ങനെ എന്തോ പറ്റി. പെട്ടെന്ന് ആൾക്ക് അതും അവരുടെ ആ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്യാമെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും. കാരണം അവരുടെ ബെഡ് സൈഡിൽ വെച്ച് നടന്ന സംഭവമാണ്. പക്ഷെ അവരുടെ ഫാമിലി ഡീറ്റെയിൽസ് എടുക്കാൻ ഞാനൊന്ന് ശ്രമിക്കണോ? നമ്പർ ശ്രമിക്കണോ? വേണ്ട, ഞാനിത് ചോദിച്ചതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇതേ ഹോസ്പിറ്റലിൽ എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോയിട്ട് വേ ബ്രിഡ്ജിൽ തൂക്കിയതാണ്. ഏത് വാഴക്കൊല തൂക്കണ പോലെയാണ് തൂക്കിയത്. ആദ്യം കൊച്ചിനെ കൊണ്ടുപോയി, ആദ്യം അമ്മയും കൊച്ചും കൂടി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് കൊച്ചിനെ ബെഡിൽ കിടത്തിയിട്ട് അമ്മ മാത്രം തൂക്കണം. എന്നിട്ട് ഇത് മൈനസ് ചെയ്യുന്ന എത്രയാണോ അതാണ് കൊച്ചിന്റെ വെയിറ്റ്. അതല്ലല്ലോ അതിന്റെ കണക്ക്. ഇത് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഓൾറെഡി ഒരു കുട്ടികളുടെയും ഡെലിവറിയും കുട്ടികളുടെയും ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അവിടെ പ്രധാന ഹോസ്പിറ്റലാണ്, ഹൈവേയുടെ സൈഡിലാണ്. എന്നിട്ടാണ് ഇവിടെയാണ് ഈ പറയുന്ന അതിന് ഏകദേശം 5000 രൂപ വിലയുള്ളൂ. അതുപോലും മേടിച്ചു വെക്കാൻ ആ ഹോസ്പിറ്റലിൽ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ എല്ലാം പഴയ മിഷണറീസ് ചേർന്ന് അറിയണ്ടാവും. നമ്മുടെ പഴയ കിംസ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള മിഷണറീസ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടാണ് അത് റൺ ചെയ്യുന്നത്. ഇപ്പോഴും പുതിയതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം. അതെ. പിന്നെ ഇതും കഴിഞ്ഞിട്ട് ഇനി അടുത്ത വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഒരു 4 മാസം മുമ്പല്ലേ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നിട്ട് പോലീസ് കേസെടുത്തത്. എനിക്കറിയാവുന്ന ആളെ, ഇവരുടെ പേരിലും കേസെടുത്തതല്ലേ, ഈ ഡോക്ടർമാരുടെ പേരിൽ. പക്ഷെ ഇതെല്ലാം അവസാനം വന്നു കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടി അസോസിയേറ്റ് ചെയ്ത് ഇത് പറഞ്ഞു തീരുകയും ചെയ്യും. അതങ്ങനെയാണ് ഈ മെഡിക്കൽ ഫീൽഡ്, അങ്ങനെയാണ്. കാരണം അതിന്റെ ബോർഡിൽ ഇരിക്കുന്നവരൊക്കെ ഒരു ടൈപ്പ് ആയിരിക്കാം. അതാണ്. അപ്പോ നിങ്ങളിപ്പോ അവിടെ ഉണ്ടോ അതോ നിർത്തിയോ? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാട്ടാ. കാരണം എനിക്ക് അവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ പറയുമ്പോ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇൻഫോ പാർക്കിൽ ഒരു ആംബുലൻസിന്റെ കൂടെ ഡ്യൂട്ടിയിലേക്ക് കയറി. ശമ്പളം കുറവാണെന്നാലും താരതമ്യേന വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് മാറി. അവിടെ നിർത്താൻ എന്തായിരുന്നു റീസൺ? ഈ പറഞ്ഞ പോലെ അവരുടെ ഈ ഒരു എന്താ പറയാ, ഞാൻ ഈ പരിചയമുള്ള ഒരുപാട് പേര് നമുക്ക് അവിടെ വരുന്നുണ്ട് ചേട്ടാ. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എന്റെ വീട് കളമശ്ശേരി തന്നെ, ചുണ്ടി തന്നെയാ. അപ്പൊ നമ്മൾ ഈ കണ്ടുപരിചയമുള്ളവരും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെ ഒരുപാട് പേര് അവിടെ വന്നു പോകും. അപ്പൊ അവിടെ വരുന്ന ട്രീറ്റ്മെന്റ് വീഴ്ചകൾ നമ്മളും കൂടി അതിന്റെ ഒരു ഭാഗമല്ലേ. അപ്പൊ അത് എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ പലതവണ നമ്മൾ പല കാര്യങ്ങൾക്കും പല അപേക്ഷകളൊക്കെ വെച്ച് ഇവരോട്.
ഹോസ്പിറ്റലിൽ അത് കറക്ഷൻ വരേണ്ട കാര്യങ്ങളുണ്ട്. സ്റ്റാഫ് ഷോർട്ടേജിന് സ്റ്റാഫ് തന്നെ വേണമല്ലോ, ജോലി അറിയാവുന്ന സ്റ്റാഫിനെ വേണം, ആരെങ്കിലും കൊണ്ടൊന്നും നിർത്തിയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയെല്ലാം പറയുമ്പോ അവിടെ ഇത്രയൊക്കെ ഉള്ളൂ, പറ്റുമെങ്കിൽ നിന്നോളൂ ഇല്ലെങ്കിൽ വിട്ടുപോക്കോളൂ എന്നുള്ളതൊക്കെയാണ് അവരുടെ ലൈൻ. പിന്നെ അവിടെ നിന്ന് കടിച്ചു തൂങ്ങിയില്ല, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഇതിനകത്ത് ഇപ്പം ഇത് വലിയൊരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലേ ഈ സംഭവിച്ചേക്കണത്? അങ്ങനെയാണെങ്കിൽ ഇത് സ്വമേധയെ കേസ് എടുക്കേണ്ടതല്ലേ? DMO അടക്കമുള്ള ഒരു സ്വമേധയെ കേസ് എടുക്കേണ്ടതല്ലേ? അതിനെ കുറിച്ച് അങ്ങനെ എന്തോ ആണ് അതിന്റെ ഒരു ലൈൻ വരുന്നത്. പക്ഷെ ഈ പാരന്റ്സിന് കംപ്ലൈന്റ് ഇല്ലാന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തള്ളി പോവില്ലേ ചേട്ടാ? പാരന്റ്സിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലേ? അതെ അതെ, ആ വോയിസ് കഴിഞ്ഞാല് അതൊരു പ്രൂഫ് തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ സ്വമേധയാ കേസ് എടുക്കാന്ന് തോന്നുന്നു, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ മകനെ എനിക്കിതൊന്നും അറിയില്ലാണ്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഞാൻ അങ്ങനെ വിശ്വസിച്ച് പിള്ളേരെ ചികിത്സിക്കും? സത്യമാണ്, അത് മെയിൻ ആയിട്ട് ഇതാണ്. ഇനി കുട്ടികളല്ല, ഇനി വേറെ ഒരാളായിക്കോട്ടെ. അതെ അതെ, ആരാണെങ്കിലും ജീവനൊരു വിലയുണ്ടല്ലോ. അതെ, ഇപ്പൊ 2 കൊല്ലം മുമ്പ് എൻ്റെ അപ്പന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ചെന്ന പാടെ ഡോക്ടർ നോക്കിയപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരുന്നു. ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ജനറൽ സർജൻ വന്നിട്ട് പറഞ്ഞു സർജറി വേണം, എമൗണ്ട് കെട്ടി വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എവിടെയാണ് സർജറി? അത് മൂക്കിനാണ് സർജറി വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജനറൽ സർജൻ അല്ലേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ബാക്കിയുള്ള ഡോക്ടർമാരെയും കൂടി ENTനെയും ബാക്കി എല്ലാവരും കൺസൾട്ട് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾ മൊത്തത്തിലൊരു തീരുമാനം കൊടുക്കും, എന്നിട്ട് നിങ്ങൾ എന്നോട് പറ. അപ്പം എനിക്കറിയാവുന്ന ഡോക്ടർമാരെ ഞാൻ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്ത് വേണമെന്ന് ഞാൻ നിങ്ങളോട് തിരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഇവർ അകത്തേക്ക് കാഷ്വാലിറ്റിയിലേക്ക് പോയി, തിരിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു സർജറി ഒന്നും വേണമെന്നില്ല, ചെറിയൊരു പൊട്ട് മാത്രമാണുള്ളത്, അതവിടെ ഒരു റെസ്റ്റ് മാത്രം മതി. അല്ല, ഞാൻ പുറത്ത് വേറെ ഹോസ്പിറ്റലാണ്. അപ്പം എനിക്കൊരു അവബോധം ഉണ്ടായതുകൊണ്ടാണ് അവർ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് പറഞ്ഞത് നിങ്ങൾ മൊത്തത്തിൽ കൺസൾട്ട് ചെയ്യൂ, എന്നിട്ട് എന്നോട് പറയും, അപ്പം ഞാൻ പറഞ്ഞു തരാം. ഞാൻ എനിക്കറിയാവുന്ന ഡോക്ടർമാരെ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളതെന്ന്. അപ്പോൾ ആ കാശ് എനിക്ക് ലാഭമാണ്, അല്ലെങ്കിലോ? അപ്പം തന്നെ ഞാൻ ആ എമൗണ്ട് എടുത്ത് കെട്ടിവെച്ച് അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തണം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇൻറ്റേർണൽ ഓർണമെൻറ്റ്സ് ഇത് മൊത്തം മിസ്സിംഗ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെഡിക്കൽ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ഒരു ഗീവ് ആൻഡ് ടേക്ക് പോലെ, ഒരു നടപടികൾ പിന്നീട് വരില്ല, ഇടയ്ക്ക് വന്നിട്ട് പിന്നീട് അതിനെപ്പറ്റി അറിവില്ലാണ്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ടുണ്ട്, അതും വലിയൊരു ഭംഗിയൊന്നും അല്ലല്ലോ മനുഷ്യൻ, ആണോ? ഇവിടെയുള്ള എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലിൽ ഇപ്പോഴും മരുന്ന് പരീക്ഷണം നടപ്പുണ്ടല്ലോ, ഇല്ലേ? ബാംഗ്ലൂര് ഇതേ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ പേഷ്യൻസിന് ഡെയിലി 5000 രൂപ വെച്ച് കൊടുത്തിട്ടാണ് അവരുടെ ദേഹത്താണ് മരുന്ന് പരീക്ഷിക്കുന്നത്. എനിക്കറിയാം, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ വന്ന് ഇപ്പൊ ഇവിടുത്തെ എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലുകൾ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ ഡെയിലി പോയിട്ട് പുതിയ പേഷ്യൻസ് വരുമ്പോൾ മരുന്ന് പരീക്ഷണം നടത്തുക. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. മരുന്ന് പരീക്ഷണം നടത്തുമ്പോൾ രോഗിയെ ഇൻഫോം ചെയ്യണ്ടേ? അതിന് അവർക്ക് അങ്ങോട്ടല്ല കാശ് കൊടുക്കേണ്ടത്, അല്ലാതെ പരീക്ഷിക്കാനുള്ള ഗിനിക്ക് മന്തിയൊന്നും അല്ലല്ലോ മനുഷ്യൻ. ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്? ഇവിടെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് വന്ന വീഴ്ച അത് അവര് മറക്കുകയും ചെയ്യുന്നു. അതാണ് തെറ്റ് പറ്റി കഴിഞ്ഞാൽ വീട്ടുകാരെ അറിയിച്ച് അതിനുള്ള ഒരു പോംവഴി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർ. അവിടെയാണ് ഇത് ഇവരോട് സ്റ്റാഫ് ഓൾറെഡി ഇവരുടെ അടുത്ത് വന്ന് സംസാരിച്ചെന്ന് പറഞ്ഞു. സ്റ്റാഫിന് വന്ന് ചെറിയൊരു കയ്യബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു എന്നോട്. ചേട്ടൻ പറഞ്ഞോ ഇങ്ങനെ ഈ ഓഡിയോ കയ്യിലുള്ളത് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് പറയരുത് ചേട്ടാ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെ കവറപ്പ് ചെയ്യാനുള്ള മാക്സിമം ചെയ്യും കേട്ടോ. അവര് ഭയങ്കര കണ്ണിങ് ആണ്. അതിന്റെ എല്ലാം ഈ എന്താ പറയാ, എല്ലാം പ്രൈം അതോറിറ്റി എന്ന് പറയുന്നത് COO ആണ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആണ്. പുള്ളിയുടെ അതായത് ഇപ്പൊ ചേട്ടൻ എന്ത് കാര്യം ചോദിച്ചാലും അവരെന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ മാനേജ്മെന്റുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയും. മറ്റേ ആളോട് സംസാരിക്കാനാണ് അവര്
ടൈം ചോദിക്കുക. അത് അവിടെ എന്ത് കേസ് വന്നാലും അങ്ങനെയാണ്. ആരോട്? ഈ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇവർ പറയുള്ളൂ. കാരണം ഇവർക്ക് അതിനുള്ള അറിവേ ഉള്ളൂ. ഈ PR ആയിട്ട് ഇരുത്തിയിരിക്കുന്നവരൊക്കെ വെറും ബില്ലിംഗ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തിരുന്നവരും മറ്റുമൊക്കെയാണ്. അല്ലാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു PROയോ അങ്ങനെ ഒന്നും ഇല്ല അവിടെ. അല്ല, ഈ ബെഡുള്ള ഹോസ്പിറ്റലുകളിൽ 24 hours PRO വേണമെന്നല്ലേ ചട്ടം? വേണമെന്നാണ്. പക്ഷെ ഒറ്റ ഹോസ്പിറ്റലുകളിലും രാത്രി 8 മണിക്ക് ശേഷം PRO ഇല്ലല്ലോ. PROയുടെ ഒരു പേരിൽ ആരെങ്കിലും ഒരാളുണ്ടാവും, അത്രേ ഉള്ളൂ. ഒരു PRO റോള് ചെയ്യുന്ന ഒരാൾ കാണും, അത്രേ ഉള്ളൂ. ഓ, ഒരു ആക്ടിങ് PRO എന്ന് പറയാം. അതായത് ക്വാളിഫൈഡ് അല്ല അവര്. അങ്ങനെയാണ് അത് പോകുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അതെ, ഇവരായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇവരായിട്ട് ഞാൻ ഇവരുടെ ഡീറ്റെയിൽ ഞാൻ ചോദിച്ചു. ഇവർ തേർഡ് പേഴ്സണുള്ള ഇതൊന്നും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഇതൊന്നും വേണമെന്നൊന്നുമില്ല, എനിക്ക് അല്ലാതെ തന്നെ നിങ്ങളുടെ ഫുൾ ഹിസ്റ്ററി എനിക്ക് അറിയാവുന്നതാണ് എന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. കാരണം എപ്പോഴാണ് ഈ ട്രീറ്റ്മെന്റ് നടന്നതെന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. 4 മാസമായി എന്നുള്ളത് സത്യം എനിക്ക് തന്നെ, ഞാൻ ഒരുപാട് നാളായത് എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്തപ്പോഴോ കഴിഞ്ഞു പോയി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒരു പ്രൂഫ് കണ്ടെത്തി വെക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം നമ്മളവിടെ നിൽക്കുമ്പോഴേ. ഇതിപ്പോ ഈ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഇതേ ഹോസ്പിറ്റലിൽ ഒരു FIR ഇട്ടില്ലേ പോലീസ്, മെഡിക്കൽ നെഗ്ലിജൻസുമായിട്ട് ബന്ധപ്പെട്ട്? ജലീൽ എന്ന് പറഞ്ഞ ആളുടെ അല്ലേ? അതെന്തായിരുന്നു സംഭവം? അതെന്തോ സർജറി, അതിന്റെ കറക്റ്റ് കൃത്യമായത് എനിക്കറിയില്ല. അത് എനിക്ക് തോന്നുന്നു സർജറി ചെയ്തപ്പോ മറ്റേ ആ സർജനിൽ നിന്ന് വന്ന എന്തോ എറർ ഉണ്ട്. അതായത് ഏതോ ഒരു ബോഡി പാർട്ട് കട്ടായി പോവുകയോ ഓർഗൻ എന്തോ ചെറുതായിട്ട് കട്ടായി പോവുകയോ എന്ത് ചെയ്തു, ഇവരത് മറച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെ വന്ന് ആള് ആസ്റ്ററിലോട്ട്, അതായത് കണ്ടീഷൻ ബാഡ് ആയതുകൊണ്ട് ആസ്റ്ററിലേക്ക് പോവുകയാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന വിഷയം എന്താണെന്നറിയോ നമുക്ക്? ഇപ്പം ഞാനിത് വാർത്ത ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചേ. അപ്പം എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഒരു കുട്ടി ജനിച്ചു വീണ ഒരു കൊച്ച് ജനിച്ച് വീണ് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പൊക്കിൽ കൂടി മുറിക്കുന്നതിന് പകരം ചെറുവിരലിൻ്റെ ഒരു പീസ് മുറിഞ്ഞു പോയി. അപ്പോൾ ഈ കുട്ടീനെ കൈ കെട്ടിയിട്ടാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൊച്ചിൻ്റെ ഫാദർ ഈ നേഴ്സിനോട് ചോദിച്ചു, ജനിച്ചതേ കുട്ടി കയ്യിൽ കെട്ടായിട്ടാണോ എന്ന് ചോദിച്ചു. അല്ല, പൊക്കിൽ കൂടി മുറിച്ചപ്പോൾ അത് മുറിഞ്ഞ് ചെറുതായിട്ടൊരു മുറിവ് സംഭവിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഇത് പരാതി കൊടുക്കാൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരെല്ലാവരും കൂടി പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പേഷ്യൻ്റ് എടുത്ത വഴിക്ക് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ നാളെയും ഈ കൊച്ചിനെ ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചികിത്സിക്കാൻ കൊണ്ടുവരേണ്ടത്, അതുകൊണ്ട് എനിക്ക് വേണ്ട, പരാതിയില്ല. അതാണ് എല്ലാവരും പിന്മാറുന്നതുകൊണ്ടാണ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ആൾക്കാർ അവസാനം കൈമലത്തി കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാകും. അത് വലിയ വീഴ്ചയല്ലേ? അതെ. പിന്നെ അതൊക്കെ വളരെ എന്താ പറയണ, ജനിച്ചൊരു കുട്ടിയുടെ എത്ര ശ്രദ്ധ എന്ന് പറയുമ്പോ കൊച്ച് അമ്മേ എന്ന് വിളിക്കേണ്ടതിന് പകരം അയ്യോ എന്നാണ് വിളിച്ചത് ഇല്ലേ? അതെ. അപ്പൊ ഇത്രയും വലിയ മെഡിക്കൽ നെഗ്ലിജൻസ് ഈ ഫീൽഡിൽ നടപ്പുണ്ട്. അതെ. എന്നോട് ഇത് വാർത്ത ചെയ്യണ കാര്യം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കുഴപ്പമില്ല ബോസ്കോ, നീ നാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചികിത്സ തരണമല്ലോ, ജീവനുണ്ടെങ്കിൽ നിനക്ക് ബാക്കി കാണാട്ടോ എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. അതെ, അത് മെയിനായിട്ട് ഇപ്പൊ നാട്ടില് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം പണി അറിയാവുന്ന ഡോക്ടർമാരും നഴ്സുമാരും മറ്റുള്ളവരും എല്ലാം കയറിപ്പോയി മറ്റുള്ള നാടുകളിലേക്ക് കയറിപ്പോയി. ഇവിടെ പരിചയസമ്പന്നത ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അത് മതി. ഈ പിന്നെ എനിക്കൊരു വലിയ സംശയം എന്താണെന്നറിയോ? ഞാൻ എപ്പോഴും കണ്ടേക്കണത് രാത്രി ഹോസ്പിറ്റലിൽ ഡോക്ടർമാരില്ല. ഈ ഫോൺ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ എന്തിനാ? അവര് ഓൺ കോൾ എന്നുള്ളൊരു സെറ്റപ്പാണ് അവർ വെച്ചിരിക്കുന്നത്. അതായത് അങ്ങനെയല്ലല്ലോ. അതായത് ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക്കും ഇത് മാത്രമല്ലേ ഉള്ളൂ, ഗൈനക്ക് മാത്രമേ ഉള്ളൂ. ഈ ഹോസ്പിറ്റലിൽ ഒരു സീനിയർ ആയ ഒരു ഡോക്ടർ ഇല്ലല്ലോ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഇല്ലല്ലോ. രാത്രി ഉണ്ടാവില്ല, അവരെ വിളിച്ച് വരുത്തേണ്ടി വരും. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എൻ്റെ ഒരു കൊച്ചിനെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവര് വിളിച്ചത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫോണിൽ കൂടെയാ. മരുന്ന് ഡോക്ടർ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക. അതല്ലല്ലോ അതിന്റെ ശരി. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ? പക്ഷെ അങ്ങനെ പറ്റത്തില്ലല്ലോ. ശരിക്കും അവരുടെ ഒരു ഇപ്പൊ ഞാൻ ആ വോയിസ് കേട്ടതിലും അത് തന്നെയല്ലേ?
അതായത് ഡോക്ടർമാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ കേൾക്കേണ്ടത്? അതെ അതെ അതെ, അവര് പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതാണ്. ആ കേസിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് അവര് പരസ്പരം ചർച്ച ചെയ്യുന്നതാണത്. ആ, അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അത് ഞാനൊന്നും പറയില്ല, നിങ്ങൾ പറയുവാണെങ്കിൽ അത് ചെയ്യാം. ഇതല്ലേ അവസ്ഥ. ആ, അത് ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പൊ ഇതിപ്പോ ആരാ ഇതിന്റെ പുറത്ത് നടപടി എടുക്കേണ്ടത്? ആർക്കും നമ്മൾ ഇത് പരാതി കൊടുക്കേണ്ടത്? അത് ഇതിന്റെ പോവുക ശരിക്കും മെഡിക്കൽ ബോർഡ് തന്നെയല്ലേ. DMOയ്ക്കാണോ പരാതി കൊടുക്കേണ്ടത്? DMO ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഫയൽ എടുത്ത് പിടിച്ചെടുത്ത് ഇതിന് നടപടി എടുക്കണ്ടേ? അതെ അതെ, ഇത് ഫയൽ വെച്ച് ഇതാകണം, അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് പോകും. പിന്നെ മറ്റേ കൊച്ചിന്റെ പാരന്റ്സ് അത് എത്രത്തോളം വില്ലിങ് ആണെന്നുള്ളതാണ്. പാരന്റ്സ് വില്ലിങ് ആവണ്ടല്ലോ. ഇപ്പൊ നാളെ അവർക്ക് പറ്റി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 ആഴ്ച മുന്നേ ഒരു ജമീല എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിന് പറ്റി ഇല്ലേ? അതെ അതെ, ഇങ്ങനെ പല വീഴ്ചകളും അവിടെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു 4 മാസം മുമ്പ് പോലീസ് ഓൾറെഡി FIR ഇട്ടു. അതെ അതെ അതെ. അപ്പൊ ഞാൻ എങ്ങനെ വിശ്വസിച്ച് നാളെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഞാൻ എങ്ങനെ കൊണ്ടുവരും? അവിടെയാണ്, അതാണ് ഒരു പോയിന്റ്. സത്യം. ഇതിപ്പോ എനിക്ക് ഇതിനകത്ത് ആർക്ക് പരാതി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഇത് നടപടിയെടുക്കണം. ഹോസ്പിറ്റലിനെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കണം. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇവർ നാളെ വേറൊരാളെ കൊല്ലില്ലേ? കൊല്ലോ? തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഹോസ്പിറ്റലിനെതിരെ നടപടി എടുക്കണം. അതെനിക്കും നിർബന്ധമാണ്. എത്ര ഉള്ള എൻ്റെ പരാതി? ആർക്ക് പരാതി ഉണ്ടോ, കുട്ടിക്കുണ്ടോ, കുട്ടിയുടെ അപ്പനുണ്ടോ അമ്മയ്ക്കുണ്ടോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വലിയ വീഴ്ചയാണ്. 2 ഡോക്ടർമാർ തമ്മിൽ സംസാരിക്കുന്ന വോയിസാണത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ആർക്ക് പരാതി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും എനിക്കിതിനകത്ത് പരാതിയുണ്ട്. അല്ലെങ്കിൽ നാളെ ഇതിനകത്ത് പലരെയും കൊല്ലും. ഈ ജോലി ചെയ്തവർക്ക് നമ്മളിങ്ങനെ അതായത് അവരുടെ ഒരു പേഴ്സണൽ ഡോക്യുമെന്റ് ആണല്ലോ, നമ്മളത് പുറത്തായത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ അല്ലെ? കാരണം നമ്മൾ അവരുടെ ജോലി ചെയ്ത കാലയളവിൽ സംശയം കൊണ്ട് അവരിന്, കാരണം ഞാൻ ഒന്നാമത് ഈ നാട്ടുകാരനാണ് എന്നും അവർക്കറിയാം. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ ജലീലിക്കയുടെ കേസിലൊക്കെ ആണെങ്കിൽ അവരെന്നോട് ഭയങ്കര വിരോധമായിരുന്നു. ഞാൻ ആ പുള്ളിയുടെ വാർത്തക്ക് ഞാൻ ലൈക്ക് അടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നോട് ഭയങ്കര വിരോധമായിരുന്നു അവർക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഷേ, ഇപ്പൊ ഞാൻ പല വിഷയങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഇല്ലേ? ഞാൻ ഇടപെട്ടേക്കുന്ന വിഷയങ്ങളൊന്നും ചെറുതുമല്ല. പക്ഷെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുന്ന പലതും കൂട്ടുകാരാണ്, അല്ലെങ്കിൽ എൻ്റെ കസിനാണ്, റിലേറ്റീവ്സാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരായാലും നിയമലംഘനം തന്നെയല്ലേ? ഇത് എനിക്ക് ഇന്ന് സംഭവിച്ചു, നാളെ വേറെ ആൾക്ക് സംഭവിച്ചാലോ? ഇതെല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമോ? ഇന്നേ അത് തീർക്കുവാണെങ്കിലോ? ഇപ്പൊ ഈ പറഞ്ഞ സാധനം GCC രാജ്യങ്ങളിലാണ് സംഭവിച്ചെങ്കിലോ? ഇന്ന് ആ ഡോക്ടർ ആകാശത്തുണ്ടാവും ഇല്ലേ? ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലോ? അമ്മയ്ക്ക് പരാതി വേണോ? അതൊന്നും വേണ്ട. അതൊക്കെ അവിടെയെല്ലാം നിയമം അങ്ങനെ ശക്തമാണ്. എന്താ കേരളത്തിൽ നിയമം ഇല്ലേ? ഏറ്റവും നല്ല നിയമം ഉണ്ടാക്കിയ രാജ്യങ്ങളിൽ ഒന്നാണ് കേരളത്തിന്റെ നിയമം. ഇവിടെ പക്ഷെ സെറ്റിൽമെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാര് ഇവിടെ ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ ചായ കുടിക്കാൻ വെച്ചേക്കണ പോലെ ഇവിടെ അങ്ങനെ ഒരു നിയമമുണ്ട്. ഡോക്ടർക്ക് ഇത്ര ഫീസ്, ഇത്ര ഇത്, സർജറിക്ക് ഇത്ര എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് ബോർഡ് വെക്കണം. അതായത് ക്ലാസ് തിരിച്ചിട്ടുണ്ട്. ABCD എന്ന് പറയുന്ന ക്ലാസ് തിരിച്ചിവിടെ വെച്ചിട്ടുണ്ട്. കളക്ടർ അവിടെ വരെ വന്ന് നിയമം റദ്ദാക്കിപ്പോയി. അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്ന കലാപരിപാടികൾ ഇങ്ങനെയൊക്കെയാണ്. അതെനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇനി നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഇതിലും വലിയ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ വരും ഇല്ലേ? എല്ലായിടത്തും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് DMO അവിടെ വെറുതെ ഇരിക്കേണ്ട ആളല്ല, AC-ക്കകത്തിരുന്ന് കുളിര് കൊള്ളേണ്ട ആളല്ല, നടപടി എടുക്കാൻ വേണ്ടി തന്നെയുള്ള ആളാണ്. പരിശോധനയ്ക്ക് പോകണം, അല്ലാണ്ട് സ്വന്തം വണ്ടി കൊണ്ട് വരുന്നു പോകാനല്ലല്ലോ. DMOയ്ക്ക് വണ്ടിയുണ്ട്, ഡ്രൈവറുണ്ട്, മാസ ശമ്പളമുണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവർ ഏത് ഹോസ്പിറ്റലിലാണ് പോയി പരിശോധിച്ചിട്ടുള്ളത്? ഈ DMO ഇരിക്കണതിന്റെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മരുന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരു വാർത്ത ഓർമ്മയുണ്ടോ?
തൊണ്ടയിൽ എനിക്ക് ശബ്ദമില്ലാണ്ട് പോലും ഞാൻ അവിടെ നിന്ന് ശബ്ദിച്ചിട്ട് DMO ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ DMO എന്താ പറഞ്ഞ, മരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം ഇല്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിപ്പോ എനിക്കൊരു സൗണ്ട് പോയതുകൊണ്ടാണ്. പക്ഷെ വേറൊരാളോ, ഒരു നിവൃത്തിയില്ലാത്ത എത്ര പേരവിടെ വന്ന് ചികിത്സിക്കാൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഈ വിഷയത്തിൽ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ശബ്ദിക്കാനുള്ളത് ശബ്ദിച്ച് തന്നെ ആവണം. എന്നാലേ ഇതുപോലെയുള്ള തെറ്റുകൾ നാളെ ആവർത്തിക്കാതിരിക്കുള്ളൂ. കാരണം ഇത് ഒരു ജീവന്റെ വിലയല്ലേ കേട്ടോ. അതെ, കളിക്കാൻ പറ്റുന്ന ആർക്ക് പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഈ പറഞ്ഞ വിഷയം വളരെ ഗുരുതരമാണ്. DMO അടക്കം ഇവിടെയുള്ള മെഡിക്കൽ ബോർഡിലിരിക്കുന്ന പലരും വെറുതെ ഇരിക്കുന്നവരല്ല. അവർക്കൊക്കെ കൃത്യമായ ചുമതലകളുണ്ട്. നടപടി എടുത്തേ മതിയാകൂ. നടപടി എടുക്കുന്നത് വരെ ഞാനിതിൻ്റെ പുറകെ ഉണ്ടാകും. കള്ളക്കേസെടുത്ത് ജയിലിലടച്ച് നിങ്ങളെന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാനിതിൻ്റെ ഹയർ അതോറിറ്റിക്കടക്കം ഞാൻ പരാതി കൊടുക്കും എന്നുള്ളത് എൻ്റെ ഉറച്ച നിലപാടാണ്. കാരണം എല്ലാവരും ഹോസ്പിറ്റൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തി മനുഷ്യനെ കൊല്ലാൻ മനുഷ്യൻ ഗിനിപ്പന്നിയൊന്നുമല്ല. സാധാരണ ഓരോരുത്തരും ചികിത്സ അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. ഇതിനകത്ത ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും യോഗ്യതകൾ പരിശോധിക്കുന്നതുവരെ ഹോസ്പിറ്റൽ അടച്ചു പൂട്ടണം എന്നുള്ളതാണ് എൻ്റെ പരാതി. എന്തായാലും വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.